അടി തുടങ്ങിയിട്ടില്ല. അടി തുടങ്ങിയിട്ടില്ല എന്നല്ല ഞാൻ പറയാൻ പോകുന്നത്, വടി പൊട്ടിക്കാൻ പോലും പോയിട്ടില്ല. UDF-ലെ അടിയുടെ വടി പൊട്ടിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് ഇന്നും ഇന്നലെയൊക്കെ ആയി പത്രങ്ങളിലും TV ചാനലുകളിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ്? സുധാകരനെ മാറ്റണം. സുധാകരനെ മാറ്റിയിട്ട് VD സതീശന് ഏകാധിപത്യ പ്രവണതയോടുകൂടി ഇവിടെ വേണം. നിലപാട് ആരൊക്കെ വ്യക്തമാക്കി? രമേശ് ചെന്നിത്തല, ശശി തരൂർ, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, അങ്ങനെ ഒരു വലിയ നിലയുണ്ട്. 3 ഉപതെരഞ്ഞെടുപ്പ്, അതിനകത്ത് ഒരു പഞ്ചായത്തിന്റെ പോലും ചുമതല MLA ആയിട്ടുള്ള എനിക്ക് നൽകിയിട്ടില്ല. ബാക്കി എല്ലാ MLA-മാർക്കും ചുമതല നൽകിയെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. എന്തേ ചാണ്ടി ഉമ്മനോട് ഇത്ര വിരോധം? ചാണ്ടി വിരോധം. അപ്പൊ നേരത്തെ ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ പാലക്കാട് നിയമസഭാ മണ്ഡലം, ഷാഫി പറമ്പിൽ VD സതീശന്റെ ആളാണ്. ഇങ്ങനെ VD സതീശൻ പ്രതിപക്ഷ നേതാവായത്? VD സതീശൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണ. ഞാൻ അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്. രമേശ് ചെന്നിത്തലയെ മഴയിൽ നിർത്തരുത് എന്നുള്ളതായിരുന്നു. ചെന്നിത്തലയെ മഴയത്ത് നിർത്തരുത് എന്നുള്ളതായിരുന്നു. ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലക്കായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ ചില തകിടം മറിച്ചലുകൾ. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ പറ്റില്ല, രമേശ് ചെന്നിത്തലക്ക് ഇതിനൊരു അവസരം കൊടുക്കണമെന്നുള്ളതായിരുന്നു. പിന്നീട് ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ മാറി. അത് VD സതീശൻ തന്നെയായി. VD സതീശനാണ് ഇപ്പോ കോൺഗ്രസിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. സുധാകരൻ KPCC പ്രസിഡന്റ്. അവിടല്ലേ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വാർത്താലേഖനെ കാണുക രണ്ടുപേരും. ഒരു മൈക്ക് ഒരു കൂട്ടം അങ്ങോട്ട് വലിക്കുന്നു, വേറൊരു കൂട്ടർ മൈക്ക് ഇങ്ങോട്ട് വലിക്കുന്നു. നമ്മൾ കണ്ടതാ. അടുത്ത വാർത്താ സമ്മേളനത്തില് കാത്തിരിക്കുന്ന സുധാകരൻ VD സതീശനെ മാകൂട്ടിയിട്ടാണ് വിളിക്കുന്നത്. മൈക്കിന്റെ മുമ്പില്, ക്യാമറയുടെ മുമ്പില് മാകൂട്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ കത്തന്റെ പുറകിൽ ഇവരെന്തായിരിക്കും വിളിക്കുന്നുണ്ടാവും? സുധാകരൻ അത് ഞാൻ TVയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സുധാകരന്റെ വീട്ടില് കൂടോത്രം കണ്ടെത്തി. കൂടോത്രം ഞാനത് വേറെ പരിപാടിയിൽ പ്രസംഗിച്ച കാര്യമാണ്. എന്നാൽ പോലും ഇവിടുത്തെ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി പറയും. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു KPCC പ്രസിഡന്റാണെന്ന് ആലോചിച്ചോളണം. കേരളത്തിന്റെ സംസ്ഥാനം ആലോചിച്ചോളണം. കൂടോത്രം വിശ്വസിക്കുന്നതെന്ന് ആലോചിച്ചോളണം. ഒരു MP, കാസർഗോഡ് MP അപ്പൊ നമ്മുടെ KPCC പ്രസിഡന്റ് പറയും അതിനുശേഷം കൈ തളർന്നും പോലെയാണ്. കാലിന്റെ വലത്തേക്കാൾ മുന്നോട്ട് പോകുന്നു പറയും. തലയെടുക്കുമ്പോ മൂവെടുക്കുമ്പോ പറയാം എന്റെ തല പോകാതിരിക്കുന്നത്. സുധാകരൻ പറഞ്ഞ എന്താണ്? CPM തലയെടുക്കാൻ പോകുന്നതെന്നാണ്. നിന്റെ തല നിന്റെ പാർട്ടിക്കാൻ പോകുന്നത്, നിന്റെ പാർട്ടി നിന്നെ കൂടോത്രം പറയിപ്പിച്ചില്ലേ? എനിക്കിപ്പോ കൂടോത്രത്തിന് നല്ല വിശ്വാസമാണ്. സത്യം പറയിപ്പിച്ചല്ലോ. ഇതാണ് പാർട്ടി. ഈ പാർട്ടിയാണ് 26 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2025 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. ജീർണിച്ച ചീഞ്ഞ രാഷ്ട്രീയം. അതാ ഞാൻ പറഞ്ഞ അടി തുടങ്ങാൻ വേണ്ടി പോകുന്നത് വിചാരിക്കേണ്ട നമ്മള് തെറ്റിദ്ധാരണയാണത്. വടി പൊട്ടിക്കാൻ പോലും പോയി തുടങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി, MLA-മാരാകാൻ വേണ്ടി, മന്ത്രിമാരാകാൻ വേണ്ടി. കാരണം 10 വർഷമാണ് ഭരണം പോയത്. പലർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭരണം കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുകയാണ്. ഇപ്രാവശ്യം MLA ആയാലേ പറ്റുള്ളൂ, ഇപ്രാവശ്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ മന്ത്രിയാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നെയോ മറ്റോ സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പലരും അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിയായി ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ ആ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ പോകാൻ പോവാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിങ്ങളുടെ ഈ ജില്ലയിലാണ് ചേലക്കരയിലെ അഭിമാനകരമായിട്ടുള്ള വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. വെറും 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ചേലക്കരയിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും കരുത്തനായ നേതാവ് സഖാവ് K. രാധാകൃഷ്ണൻ വെറും 5000 വോട്ടിന്റെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്.
അത് നേരെ 1.5 ഇരട്ടിയിലേക്ക് ഇപ്പോ യുവ പതിവ് മാറ്റിയെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ശക്തി പൂർവാധികം ഭംഗിയോടുകൂടി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് തെളിയുന്നത്. ഒരു സംശയമില്ല കാര്യത്തില്. നമുക്കറിയാം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിനകത്ത് വലിയ വിജയാഘോഷം UDFന്റെ മഹാമുന്നണി നടത്തുന്നുണ്ട്. പാലക്കാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 137 മണ്ഡലങ്ങളെ ജയിച്ചാൽ മാത്രം നമുക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. എന്താ കാരണം? കാസർഗോഡ്, മഞ്ചേശ്വരം, പാലക്കാട് ഈ 3 മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം സ്ഥാനത്താണ്. 137 മണ്ഡലങ്ങളിലെ നമ്മൾ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ആണ്. 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനം കഴിഞ്ഞിട്ടോ നമുക്ക് മാത്രമേ 3ാം സ്ഥാനത്തേക്ക് നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെയും നമ്മള് വോട്ടുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. 2ാം സ്ഥാനക്കാരനുമായിട്ടുള്ള അകലം കുറച്ചിരിക്കുന്നു. ഒരു ആത്മവിശ്വാസക്കുറവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന്റെ പാർട്ടി കോൺഗ്രസ്, മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വ്യാപകമായ രീതിയിലുള്ള പ്രചരണങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. നമുക്കറിയാം, വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. പലയിടത്തും ചിലപ്പോ ചില ഏരിയ സെക്രട്ടറിയെ മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ചില കശപിശയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ. എനിക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയധികം ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ഇത്രയധികം ലോക്കൽ സമ്മേളനങ്ങൾ, ഇത്രയധികം ഏരിയ സമ്മേളനങ്ങൾ, ഇതായിപ്പോ കൊല്ലം ജില്ലാ സമ്മേളനവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നു. മധുര പാർട്ടി കോൺഗ്രസ് വരാൻ പോകുന്നു. ഇന്ത്യയിൽ വേണ്ട, വെല്ലുവിളിയാണ്. ഇന്ത്യയിൽ വേണ്ട, ലോകത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഈ നിലയിലെ സമ്മേളനങ്ങൾ നടത്തി കാണിച്ചു തരാൻ പറ്റുമോ? ലോകത്തിലെ ഏതെങ്കിലും പാർട്ടിക്ക്? ഒരു ജീവിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ, ചലിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നൊന്നും പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ആ പാർട്ടികളിൽ ഉണ്ടാകും. അത് പാർട്ടിക്കുള്ളിൽ പറയും. ചിലപ്പോ ചില പൊട്ടിത്തെറികൾ ഉണ്ടായതിന് വരും. ആ പൊട്ടിത്തെറികൾ പൊട്ടിത്തെറിച്ചു പോയി എന്നേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക്, അതുകൊണ്ട് ഈ VD സതീശൻ പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോ പറയാതിരിക്കാൻ വയ്യ. VD സതീശൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സാദിഖ് അലി തങ്ങളുടെ കാര്യത്തില് VD സതീശൻ പൊട്ടിത്തെറിച്ചു എന്ന്. VD സതീശൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? VD സതീശൻ വിചാരിക്കുന്നത് പിണറായി വിജയനാണ് ഞാൻ പിണറായി വിജയന്റെ ഒരു സമാന സ്റ്റേച്ചറുള്ള ഒരാളായി മാറിക്കഴിഞ്ഞു. എടോ, പിണറായി വിജയൻ എന്ന് പറയുന്നത് 1971 ഡിസംബർ 28-ാം തീയതി തലശ്ശേരിയിൽ RSS അതിന്റെ എല്ലാ സംവിധാനങ്ങളുമായി കലാപം നടത്താൻ വന്ന ഘട്ടത്തില് മുസ്ലിം പള്ളിക്ക് കാവൽ നിന്ന നേതാവിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലെ വിഭാഗീയ കാലഘട്ടത്തില് ആ പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിച്ച് 2 തവണ തുടർച്ചയായി അധികാരത്തിലെത്തിച്ച നേതാവിന്റെ പേരാണ് സഖാവ് പിണറായി. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ പിണറായി വിജയന്റെ ശരീരത്തിൽ ഒരു തരി സ്ഥലമല്ല പോലീസ് മർദ്ദനമേൽക്കാതിരിക്കാൻ. അത് നോക്കാൻ വേണ്ടി VD സതീശൻ മലയാള മനോരമയുടെ താളുകളിലേക്കൊന്നും പോണ്ട, നിയമസഭയിലെ രേഖകൾ നോക്കിയാൽ മതി. RSS അതിന്റെ ഏറ്റവും മൂർച്ചയേറിയ വാൾ ഉപയോഗിച്ച് 50 ലക്ഷം രൂപ തലക്ക് വിലയിട്ടപ്പോ പിണറായി വിജയൻ ഈ റോഡിലൂടെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള ആളാണ്. പിണറായി വിജയനൊന്നും പേടിപ്പിക്കാൻ നിൽക്കണ്ട. ജനത പറഞ്ഞത് 2 പിണറായി വിജയൻ സർക്കാരുകൾ ഇവിടെ ഉണ്ടെങ്കിൽ 3ാമത്തെ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി VD സതീശനും മഹാസഖ്യവും കാത്തിരുന്നോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ജനാധിപത്യപരമായിട്ടാണ് പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, CPMന്റെ പാർട്ടി സമ്മേളനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല എല്ലാവിധ ആളുകളുടെയും, പാർട്ടി ബന്ധുക്കളുടേതായിക്കൊള്ളട്ടെ, ആപാലവൃദ്ധം ജനങ്ങളിൽ നിന്നായിക്കൊള്ളട്ടെ, അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടാണ് CPM അതിന്റെ രാഷ്ട്രീയ നയം രൂപീകരിക്കുക. ആ പ്രക്രിയയിലൂടെയാണ് പാർട്ടി ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന്റെ ഭാഗമായി തൃശൂർ ഏരിയ സമ്മേളനം, ആ ഏരിയ സമ്മേളനത്തിന്റെ വിവിധ പരിപാടികളിലൂടെ എല്ലാവിധ ജനങ്ങളുമായി എല്ലാവിധ സഹകരണവും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ഏരിയ സമ്മേളനം മഹാവിജയമാക്കി പാർട്ടി കോൺഗ്രസിനെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു സംവിധാനമാക്കി, സമ്മേളനമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ മേഖലയിലുള്ള പാർട്ടി പ്രവർത്തകർ, പാർട്ടി ബന്ധുക്കൾ പരിശ്രമിക്കുന്നതിനെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. പാർട്ടി കോൺഗ്രസിന് അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.